ഹായ് വെൽക്കം ടു fscookeryvlogs. എല്ലാവർക്കും പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി അടിപൊളി ടേസ്റ്റിലുള്ളൊരു വെൽക്കം ഡ്രിങ്കിൻ്റെ റെസിപ്പിയാണ്. ആർക്കും എപ്പോഴും ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ അത് നമുക്ക് നോക്കാം. അതിനായിട്ട് ഞാൻ അടുപ്പിലേക്ക് ഒരു പാത്രം വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പോളം പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് നന്നായിട്ടൊന്ന് തിളച്ച് വരുന്ന സമയത്താണ് ഞാനിതിന് ആവശ്യമുള്ള മധുരം ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 2 ടേബിൾ സ്പൂണോളം മിൽക്ക് മെയ്ഡും ചേർത്തെടുക്കുന്നുണ്ട് കേട്ടോ. ഈ മിൽക്ക് മെയ്ഡ് ഞാൻ ഹോം മെയ്ഡായിട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ് കേട്ടോ. ഇത് ഞാൻ മീഡിയം ഫ്ലെയിമിലിട്ടിട്ടാണ് ചെയ്തെടുക്കുന്നത്. ഇത് അടി പിടിക്കാണ്ട് ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. പാലൊന്ന് വറ്റി തുടങ്ങുന്ന ആ ഒരു സമയത്ത് നമുക്കിതിലേക്ക് മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് ചേർത്ത് കൊടുക്കാം, കസ്റ്റാർഡ് പൗഡർ. അപ്പോൾ അത് ഞാനിവിടെ 1 ടേബിൾ സ്പൂണോളം എടുക്കുന്നുണ്ട്. അത് വേറൊരു ഗ്ലാസ്സിൽ കുറച്ച് വെള്ളം ചേർത്ത് കലക്കുന്നുണ്ട്. ഡയറക്റ്റായിട്ട് പാലിലോട്ട് ഇട്ടാൽ ഇതിൽ കട്ട കെട്ടിപ്പോവും. അതുകൊണ്ടാണ് കേട്ടോ ഒട്ടും തന്നെ ലംസ് ഇല്ലാതെ ഇതുപോലെ ഇളക്കിയെടുത്തതിന് ശേഷം പാലിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ പറയുന്നത്. ഇത് ഒഴിച്ചു കൊടുക്കുമ്പോൾ തന്നെ കൈ എടുക്കാണ്ട് ഇളക്കണം കേട്ടോ. ഇനി ഫുള്ളും 2 മിനിറ്റിൽ തന്നെ ഇത് നമുക്ക് ആയി കിട്ടും, ഒന്ന് കുറുവി കിട്ടും. ആ ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഇത് തണുപ്പിക്കാനായിട്ട് മാറ്റി വയ്ക്കാം. നന്നായിട്ട് തണുത്തതിന് ശേഷം ഫ്രിഡ്ജിലോട്ട് വെച്ചിട്ട് ഒന്ന് തണുപ്പിച്ചെടുക്കുക. ഒരു 2-3 മണിക്കൂർ എന്തായാലും ഫ്രിഡ്ജിൽ വെച്ചൊന്ന് തണുപ്പിച്ചെടുക്കണേ. ഇനി ഒരു മിക്സിയുടെ ജാർ എടുക്കുക. തണുപ്പിച്ച് വെച്ചിരിക്കുന്ന കസ്റ്റാർഡ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എത്രയാണോ തണുപ്പ് ആവശ്യം അത്രയും ഐസ് ക്യൂബ്സും കൂടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ നല്ല രീതിയിൽ തന്നെ ഒന്ന് അടിച്ചെടുക്കുക. ഇത് സബ്ജാസീഡാണ് കേട്ടോ. 1 ടേബിൾ സ്പൂണോളം സബ്ജാസീഡ് കുറച്ച് വെള്ളത്തിൽ ഞാൻ കുതിരാനായിട്ട് ഒരു 5-10 മിനിറ്റ് മുമ്പേ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഏത് ഗ്ലാസ്സിലാണോ സെർവ് ചെയ്യേണ്ടത് ആ ഗ്ലാസ് എടുക്കുക. അതിലേക്ക് കുറച്ച് സബ്ജാസീഡ് ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ കുറച്ച് ആപ്പിള്, അതുപോലെ ക്യാരറ്റ്, ഇത്രയും ഇട്ട് കൊടുത്തിട്ട് അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇതിനൊന്നും പ്രത്യേകിച്ച് അളവൊന്നുമില്ലേ. അതിനുശേഷം ഇതിലേക്ക് നമ്മുടെ കസ്റ്റാർഡ് വാട്ടർ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ കസ്റ്റാർഡ് ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ഔട്ട് ചെയ്യുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പ്ലീസ് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.